എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഓണം എക്സാമിന് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രോബ്ലം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. കാണാത്തവരൊന്നും വീഡിയോ കാണുക. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ സി ആണ് നമുക്കിനി നോക്കാനുള്ളത്. സെക്ഷൻ സിയിലെ ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വീതമാണ് കേട്ടോ. അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ ഫിഗർ എന്നാണ്. ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദെൻ എൽ ഇൻഡിക്കേറ്റ്സ് ദ ലെൻസ്. ഇത് ലെൻസ് ആണ് കേട്ടോ. ഇതൊരു ലെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ ഏത് തരത്തിലുള്ള ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ റേ ഡയഗ്രം കാണുമ്പോൾ മനസ്സിലാക്കാം ഇല്ലേ ഏത് തരത്തിലുള്ള ലെൻസ് ആണ്. ഇവിടെ കൺവേർജ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. കൺവേർജ് ചെയ്തൊരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഏത് തരത്തിലുള്ള ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കൺവേർജ് ചെയ്യുന്ന ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് റീസൺ പറയുന്നത്? എന്താണ്? ദ റേസ് ആർ കൺവേർജിങ് അല്ലെ. റേസ് ആർ കൺവേർജിങ് എന്ന് പറയാം അല്ലെ. ദ റേസ് ആർ കൺവേർജിങ്. ദ റേസ് ആർ കൺവേർജിങ് എന്ന് പറയാം. അതായത് സംയോജിച്ച് കൂടിച്ചേരുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. What is the position of the image formed if an object is placed beyond 2f of the lens indicated in the figure? എന്താണ് ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന ലെൻസിന്റെ 2f. ഇത് ലെൻസ് ആണല്ലോ, കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ 2f അപ്പുറം ഒരു വസ്തു വെച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2f അപ്പുറം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എഫ് ഇവിടെ ഉണ്ട്, 2f അല്ലെ. നമ്മൾ റേ ഡയഗ്രം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. അപ്പൊ റേ ഡയഗ്രത്തിന്റെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ മാത്രമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് 2f അപ്പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു റേ ഇതിലും വഴി പോവും, നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകും അല്ലെ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകും. എന്നിട്ട് എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്? രണ്ടും ജോയിൻ ചെയ്യേണ്ട. കൃത്യമായിട്ട് വരച്ചു കഴിയുമ്പം മനസ്സിലാകാൻ സാധിക്കും. രണ്ടും ജോയിൻ ചെയ്യും. then എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്? ഇമേജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എഫിനും 2f ഇടയിലായിട്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുവാണെങ്കിൽ ഇത് എഫ് ആണ്, then ഇവിടെ 2f ആയിരിക്കും. കറക്റ്റ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. ഇതിന്റെ ഇടയിലായിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അതായത് എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ബിറ്റ്വീൻ കേട്ടോ. ബിറ്റ്വീൻ f and 2f. ബിറ്റ്വീൻ f and 2f എവിടെയാണ്? മറ്റേ സൈഡിലോ കേട്ടോ. ബിറ്റ്വീൻ f and 2f ഓൺ ദ അതർ സൈഡ് എന്ന് പറയാം കേട്ടോ. മറ്റേ സൈഡിൽ, അതർ സൈഡ്. ഈ സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നത് അല്ല, ഇപ്പുറത്തെ സൈഡിലല്ല ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം ബിറ്റ്വീൻ f and 2f ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ലെൻസ് എന്ന് പറയാം. അതർ സൈഡ് ഓഫ് ദി ലെൻസ്, അവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് 2f അപ്പുറം ഒബ്ജക്റ്റ് വെച്ചാൽ. ക്ലിയർ ആയല്ലോ. ഇനി ഇഫ് ആൻ ഇമേജ് ഈസ് ഫോംഡ് റൈറ്റ് എനി 2 ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. പ്രതിബിംബം ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സവിശേഷതകൾ? എങ്ങനെ പറയാം? എഫിനും 2f ഇടയിലാണുള്ള ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് റിയൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇൻവേർട്ടഡും ആയിരിക്കും ഇല്ലേ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? എഫിനും 2f ഇടയിലായിരിക്കും. അതെങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഡിമിനിഷ്ഡ് ഇമേജ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. 2f, എഫ്, ബിറ്റ്വീൻ f and 2f, പിന്നെ f. അപ്പൊ ആ ഒരു പൊസിഷൻ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും, മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ റേ ഡയഗ്രം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ മാർക്കാണുള്ളത്. പക്ഷെ 1 മാർക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നഷ്ടമാവും, നിങ്ങളുടെ A+ നഷ്ടമാവും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ 1 മാർക്കാണേലും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12B ആണ് കേട്ടോ. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The number indicating the magnification of the image obtained when an object is placed behind the principal focus of a lens is +1/3. എന്താണ്? ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിന് അപ്പുറം ഒരു വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബത്തിന്റെ ആവർത്തനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ +1/3 ആണ്. ഏതുതരം ലെൻസ് ആണ്? അത് സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? മാഗ്നിഫിക്കേഷന് വാല്യൂ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +1/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് വാല്യൂ ആണ്. 1/3 ആണ്. 1/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും വാല്യൂ? <1 ആണ് അല്ലെ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 1/3 ആണ്. മാഗ്നിഫിക്കേഷൻ 1/3 ആയതുകൊണ്ട് അത് <1 ആണ്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു
പോസിറ്റീവ് വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്? വെർച്വൽ ഇമേജ് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ, വെർച്വൽ ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അല്ലേ, വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ അത് നമ്മൾ പഠിച്ചായിരുന്നു, എന്താണ്? സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള, സ്മോൾ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ തിയറി പഠിച്ചപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഈ കൺസെപ്റ്റ് പറഞ്ഞതാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആയിരിക്കും, ദെൻ അവിടുത്തെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. വെർച്വൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ലെസ് ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അപ്പം വെർച്വൽ ആയിട്ട് ഇമേജ് ഉണ്ടാകുന്നുണ്ട്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും ഇല്ലേ, കോൺകേവ് ലെൻസ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നുണ്ട്, ഇറക്റ്റ് നിവർന്ന ഇമേജുമാണ് ഉണ്ടാകുന്നത്. അത് ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഏതെല്ലാം ലെൻസ് ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, ഏതെല്ലാം ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. അതിന്റെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറയണം? മാഗ്നിഫിക്കേഷൻ, ദ വാല്യൂ ഓഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, therefore virtual and erect image is formed. Magnification is less than 1/3 ആണ്. മാഗ്നിഫിക്കേഷൻ വാല്യൂ is less than 1, so diminished image is formed, so that the lens is a concave lens. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയണം കോൺകേവ് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഡ്രോ എ റേ ഡയഗ്രം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2F. ഒബ്ജക്റ്റ് 2F ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം. കോൺകേവ് ലെൻസ് അല്ലേ, കോൺകേവ് ലെൻസിന് ഒറ്റ ഒരു രേഖാചിത്രമല്ലേ ഉള്ളൂ, ആ രേഖാചിത്രം വരയ്ക്കണം. അപ്പൊ റേ ഡയഗ്രം വരയ്ക്കുക കേട്ടോ. റേ ഡയഗ്രം നമുക്കറിയാം ഒറ്റ റേ ഡയഗ്രം ഉള്ളൂ. കോൺകേവ് ലെൻസിന്റെ കേസിൽ എവിടെ ഒബ്ജക്റ്റ് ഇരുന്നാലും ഈ ഒരു രീതിയിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ആ റേ ഡയഗ്രം നിങ്ങൾ നീറ്റായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനും എ ആണ് ഇവിടെ, 13A. അപ്പൊ എന്താണ്? അതിന് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. 13A എന്താണ്? In the given graph, the distance from O to A is 60 meter and the time taken to travel is 0.2 second. ഉണ്ടോ? ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് തന്നിട്ടുള്ള ഗ്രാഫിൽ O മുതൽ A വരെയുള്ള ഭാഗത്തിന്റെ ദൂരം 60 മീറ്റർ. കണ്ടില്ലേ? O മുതൽ A വരെയുള്ള ഭാഗത്തിന്റെ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം, സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 0.2 സെക്കൻഡും ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. ഓരോ വേവിന്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. കമ്പയർ ദ വെലോസിറ്റീസ് ഓഫ് ദ വേവ്സ്. ഓരോ വേവ്സിന്റെയും വെലോസിറ്റീസും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? O തൊട്ട് A വരെയുള്ള ദൂരം തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 60 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഫിഗർ നോക്കി. ആദ്യത്തെ ഫിഗറിന്റെ കേസിൽ ഇവിടെ എത്ര വേവ് ഉണ്ട്? ദാ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു വേവ് അല്ലേ. ഇത് അടുത്തത് ഇവിടം വരെ 2 വേവ്, ഇവിടം തൊട്ട് ഇവിടം വരെ 3 വേവ്. അപ്പൊ 3 വേവ് ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നില്ല? അപ്പൊ ഡിസ്റ്റൻസ് ആണ് എക്സാസിൽ തന്നിരിക്കുന്നത്. അപ്പൊ 3 വേവ് ഉണ്ട്. അപ്പൊ നമുക്കറിയാലോ ഈ O തൊട്ട് A വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം എത്രയാണ്? 60 ആണ്. മനസ്സിലായല്ലോ? അതായത് 3 വേവിനെടുക്കുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 3. അതായത് ഒരു വേവിന്റെ ലെങ്തിനെ നമ്മൾ എന്താണ് വേവ് ലെങ്ത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു വേവ് എന്ന് പറയുമ്പോൾ ഒരു വേവിന്റെ വേവ് ലെങ്ത് ആണ്. അതിന് ഞാൻ ലാംഡ എന്ന് കൊടുക്കാം. ഫസ്റ്റ് വേവിനെ ഞാൻ ലാംഡ 1 എന്ന് കൊടുത്തു. അപ്പൊ ലാംഡ 1 എത്ര വരും? 60 ഡിവൈഡഡ് ബൈ 3 വരും അല്ലേ. എത്രയാണ് വരുന്നത്? 20 എന്ന് വരും. 20 മീറ്റർ. അതായത് ഈ ഒരു വേവിന്റെ വേവിലെന്ന് ഇത്രയും എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? നമുക്ക് കിട്ടി എത്രയാണ്? 20 മീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ വേവ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ വേവിനും എടുക്കുന്ന ടോട്ടൽ സമയം 60 ആണെന്നറിയാം. ഇവിടെ എത്ര വേവ് ഉണ്ട്? ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു വേവ് ഇല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെ 2 വേവ്. ഇവിടെ 2 വേവേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ 2 ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ്? 60 ആണ്. അവിടെ എത്ര നമ്പർ ഓഫ് വേവ്സ് എത്രയാണ്? 2 എണ്ണാണുള്ളൂ അല്ലേ. അപ്പൊ 60/2 എന്ന് പറയും, 30 എന്ന് വരും. അപ്പൊ രണ്ടാമത്തെ വേവിന്റെ വേവ് ലെന്ത് ഈ ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ വേവ് ലെന്ത് കിട്ടി. ഓരോ വേവിന്റെയും വേവ് ലെന്ത് നമുക്ക് എത്രയാണെന്ന് കിട്ടി. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി. ഓരോ വേവിന്റെയും ഫ്രീക്വൻസി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V = F λ എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. വെലോസിറ്റി കണ്ടുപിടിക്കണ്ടേ? അപ്പൊ വെലോസിറ്റി എങ്ങനെയാണ്?
അപ്പൊ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. v ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ 60 ആണ്. ഡിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, 0.2 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ഇല്ല. അപ്പൊ 60 ഡിവൈഡ് ബൈ 0.2 ആണ്. 60 ഇൻറ്റു 10 കൊണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 600 അല്ലേ. ഡിവൈഡ് ബൈ 2 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 ഇല്ലേ. 300 മീറ്റർ പെർ സെക്കൻഡ് എന്ത് വന്നു, വെലോസിറ്റി അല്ലെ. രണ്ട് വേവിന്റെ വെലോസിറ്റി എന്താണ്, 300 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അത് വരുന്നത്. ക്ലിയർ ആയല്ലോ. എടുക്കുന്ന സമയം, രണ്ടിന്റെ സമയം ഒരുപോലെയാണ്, എടുക്കുന്ന ദൂരം ഒരുപോലെയാണ്, വെലോസിറ്റി രണ്ടിനും സെയിം ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലോ. അപ്പം ഫ്രീക്വൻസി ആദ്യത്തെ ഫ്രീക്വൻസിയാണ് F1 കൊടുക്കുകയാണ്. F1 ഈസ് ഈക്വൽ ടു, ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, v ബൈ ലാംഡ എന്ന് എഴുതാം ഇല്ല. അപ്പൊ F1 ഈസ് ഈക്വൽ ടു v ബൈ ലാംഡ 1. ഓക്കെ ആണല്ലോ. v എന്ന് വെച്ചാൽ 300 ആണ്. ലാംഡ 1 നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു എത്രയാണ്, 20 ആണ്. അപ്പൊ എത്ര കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇല്ലേ. 15 ഹെർട്സ് എന്ന് കിട്ടി F1 അല്ലേ. അപ്പോൾ F2 കണ്ടുപിടിക്കാമല്ലോ. F2 ഈസ് ഈക്വൽ ടു v ഡിവൈഡ് ബൈ ലാംഡ 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു v എന്ന് വെച്ചാൽ 300 ആണ്. ലാംഡ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ആണ് ഇവിടെ വരുന്നത്. 30 വന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വന്നു, 10 എന്ന് വന്നു, 10 ഹെർട്സ്. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടിന്റെ ഫ്രീക്വൻസിയും കിട്ടിയല്ലോ. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്, ഫസ്റ്റ് വേവിന്റെ ഫ്രീക്വൻസി 15 ഹെർട്സ് ആണ്. സെക്കൻഡ് വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ്, 10 ഹെർട്സ് ആണ്. അതായത് F1 ഈസ് ഈക്വൽ ടു 15 ഹെർട്സ്, F2 ഈസ് ഈക്വൽ ടു 10 ഹെർട്സ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി എന്താണ്, കമ്പയർ ദ വെലോസിറ്റീസ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെയും വെലോസിറ്റി എങ്ങനെയാണ്, സെയിം തന്നെയല്ലേ. രണ്ടും ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒരുപോലെയാണ്, അതിനെടുക്കുന്ന സമയം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വെലോസിറ്റിയും ഒരുപോലെയാണ്. അപ്പൊ എങ്ങനെ പറയാം, ബോത്ത് ഹാവ് സെയിം വെലോസിറ്റി എന്ന് പറയാം അല്ലെ. ബോത്ത് ഹാവ് സെയിം വെലോസിറ്റി. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13B ആണ് കേട്ടോ, ഓർ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഷോൺ വിത്ത് നെയിൽസ് ഫിക്സ്ഡ് ടു ഇറ്റ് ആൻഡ് കോപ്പർ വയർ ഓഫ് ദ സെയിം തിക്നെസ് fixed to them with a same tensile force. Each wire has a paper rider when a tuning fork with a frequency of 512 Hz is excited and its stem is pressed against the board. Only the paper rider on wire be flew off. എന്നാണ് ഒരു പലകയാണ് കേട്ടോ. ഒരു പലകയിൽ ആണികൾ ഉറപ്പിച്ച ശേഷം അവയിൽ ഒരേ കനമുള്ള കോപ്പർ കമ്പികൾ സമാന വലിവ് ബലത്തിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലെങ്തിനട വ്യത്യാസമുണ്ട് അല്ലേ. ദെൻ ഓരോ കമ്പിയിലും ഓരോ പേപ്പർ റൈഡർ വെച്ചിട്ടുണ്ട്. പേപ്പർ റൈഡർ എന്ന് വെച്ചാൽ വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അതിങ്ങനെ മടക്കി താഴ്ത്താൻ ഇങ്ങനെ ഈ കമ്പിയിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കും കേട്ടോ. അതിനാണ് നമ്മൾ പേപ്പർ റൈഡർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, പേപ്പറാണ് വെക്കുന്നത്. ഇനി 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് പലകയിൽ അമർത്തിയപ്പോൾ ബി എന്ന കമ്പിയിലെ പേപ്പർ റൈഡർ മാത്രം തെറിച്ചുപോയി. മനസ്സിലായ എന്താണ് പറഞ്ഞത്? നമ്മളൊരു 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് അതിന്റെ തണ്ട് ഈ പലകയിൽ വെച്ചു. അപ്പം ബിയിലെ പേപ്പർ റൈഡർ മാത്രം തെറിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം, താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബോർഡ്. ബോർഡിൽ 3 വയറുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ 3 ആണികളിലാണ് വെച്ചിരിക്കുന്നത്. നീളം ഓരോന്നിനും വ്യത്യാസപ്പെട്ടു. അപ്പൊ ഇതിലെല്ലാം പേപ്പർ അവിടെ ഞാൻ പറഞ്ഞില്ല, ചെറിയ പേപ്പർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ട്യൂണിംഗ് ഫോർക്ക്, ഒരു 512 കേട്ടോ, ഒരു 512 ട്യൂണിംഗ് ഫോർക്ക് ഇവിടെ എക്സൈറ്റ് ചെയ്ത് ഇവിടെ വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ബിയിലെ പേപ്പർ റൈഡർ മാത്രം തെറിച്ചു പോയി. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വയർ ബി? വയർ ബിയിലെ പേപ്പറാണ് തെറിച്ചു പോയത്. അപ്പൊ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? തെറിച്ചു പോകാൻ കാരണം എന്താണ്? ഈ വയറും എന്താണ് ഈ ട്യൂണിംഗ് ഫോർക്കും തമ്മിൽ എന്ത് കണ്ടീഷനിലെത്തി? റെസൊണൻസ് കണ്ടീഷനിലെത്തി. മനസ്സിലായില്ലേ? റെസൊണൻസ് കണ്ടീഷനിൽ എത്തുമ്പോഴാണ്, അതായത് ബിയും അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കും അല്ലേ, ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 512. അത് രണ്ടും കൂടെ റെസൊണൻസ് കണ്ടീഷനിലെത്തി അല്ലേ. റെസൊണൻസ് കണ്ടീഷനിൽ എത്തുമ്പോഴാണ് അത് പേപ്പർ അവിടെ തെറിച്ചു പോയത്. മനസ്സിലായല്ലോ. റെസൊണൻസ് കണ്ടീഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെ ഫ്രീക്വൻസി ഒരുപോലെയായി. അപ്പൊ വാട്ട് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വയർ ബി എത്രയാണ്? 512 ഹെർട്സ് തന്നെയാണ്. വയർ ബിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 512 ഹെർട്സ് തന്നെയാണ്. അതുകൊണ്ടാണ് തെറിച്ചു പോയത്. റെസൊണൻസ് കണ്ടീഷനിലെത്തി, അപ്പോഴത് തെറിച്ചു പോയി. മനസ്സിലായല്ലോ. ഇനി വാട്ട് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വയർ എ വിത്ത് റെസ്പെക്ട് ടു ബി? എ എന്ന കമ്പിയുടെ സ്വാഭാവിക ആവർത്തി ബി എന്ന കമ്പിയുടെ സ്വാഭാവിക ആവർത്തി അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഈ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലെങ്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത് എയ്ക്ക് എങ്ങനെയാണ്? കൂടുതലാണ്. നമ്മൾ പഠിച്ചതാണ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചതാണ്. എങ്ങനെയാണ്? ലെങ്ത് കൂടുമ്പോ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ പഠിച്ചത്? ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുവാണ് ചെയ്യുന്നത്. ദാ ഇവിടെ നോക്കിയേ, എയ്ക്ക് ലെങ്ത് കൂടുതലല്ലേ? എയ്ക്ക് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് ടു ബി. ബിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രീക്വൻസി ഓഫ് എ ഈസ് ലെസ് ദാൻ അല്ലേ? കുറവായിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഓഫ് എ ഈസ് ലെസ് ദാൻ ഫ്രീക്വൻസി ഓഫ് ബി, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഈസ് ലെസ് ദാൻ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ബി. അല്ലെങ്കിൽ എന്ത് പറയാം? ഓർ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ 512 ഹെർട്സ് ആണ് അല്ലേ? ലെസ് ദാൻ 512 ഹെർട്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം നോട്ട് ഈക്വൽ ടു എന്ന് പറയാം. നോട്ട് ഈക്വൽ ടു 512 ഹെർട്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ എന്ത് പറയാം? വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വയർ എ വിത്ത് റെസ്പെക്ട് ടു ബി? നമുക്ക് എങ്ങനെ പറയാം? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വയർ എ വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് എങ്ങനെ പറയാം? ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ 512 ഹെർട്സ് എന്ന് പറയാം. ലെസ് ദാൻ 512 ഹെർട്സ് ആയിരിക്കും. കാരണം എന്താണ്? ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഇതിന്റെ ബിയുടെ ഫ്രീക്വൻസി നമുക്ക് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 512 ഉണ്ട്. അതിനേക്കാളും കുറവായിരിക്കും എയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം ക്ലിയർ ആയി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന തിയറി ഉണ്ടല്ലോ, ഈ തിയറി നിങ്ങൾക്ക് 12th വരുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് 12th വരുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. അപ്പൊ ഈ പേപ്പർ റൈഡറും ഈ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ അത് രസമാണ് ചെയ്യാൻ. അപ്പം അതിന്റെ തിയറിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇത് ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏത് കണ്ടീഷനിൽ വരുമ്പോഴാണ് ഇത് തെറിച്ച് പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കുക. വെറുതെ വായിച്ചാൽ പോരാ, മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി വായിക്കുക, പഠിക്കുക കേട്ടോ. ദെൻ സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചല്ലേ? ലെങ്ത് ഓഫ് ദി വയർ, ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞു ഇല്ലേ? ലെങ്ത് ഓഫ് ദി വയർ അല്ലേ? ലെങ്ത് ഓഫ് ദി വയർ ഉണ്ട്. ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? സൈസ് ഓഫ് ദി വയർ അല്ലേ? സൈസ് ഓഫ് ദി വയർ അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ബോഡി ഇല്ലേ? സൈസ് ഓഫ് ദി ബോഡി ഉണ്ട്. പിന്നെന്താണ്? ഇലാസ്റ്റിസിറ്റി ഇല്ലേ? ഇലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന വലിവാണ് കേട്ടോ. വലിഞ്ഞു വെക്കുന്നുണ്ടോ? വലിവിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അല്ലേ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഒന്ന് കോപ്പർ വയർ എടുത്ത്, ഒന്ന് അലുമിനിയം വയർ എടുത്ത്, ഒന്ന് വേറെ എന്തെങ്കിലും വയർ എടുത്ത്. അപ്പൊ അതൊക്കെ എന്താണ്? ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും 2 ഫാക്ടർ എഴുതുക. മനസ്സിലായല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14th ആണ്. നോക്കിയേ. ഇറ്റ് ഈസ് നോൺ ദാറ്റ് സൺലൈറ്റ് കണ്ടെയ്ൻസ് മെനി ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ബിസൈഡ്സ് വിസിബിൾ ലൈറ്റ്. നമുക്കറിയാം സൗരവികിരണങ്ങളിൽ ദൃശ്യപ്രകാശത്തെ കൂടാതെ അനേകം വികിരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹീറ്റ് ഇൻ ദ സോളാർ റേഡിയേഷൻ? സൂര്യരശ്മികളിലെ താപത്തിന് കാരണമായിട്ടുള്ള വികിരണം ഏതാണ്? എക്സ്റേ, IR റേസ്. ഏതാണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് അല്ലേ? ഇൻഫ്രാറെഡ് വികിരണമാണ് ഹീറ്റിന് കാരണം. നമ്മൾ പഠിച്ചാണല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഇനി വിച്ച് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഹെൽപ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് വിറ്റമിൻ ഡി ഇൻ അവർ ബോഡി? വൈറ്റമിൻ ഡി ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? UV ഇല്ലേ? UV റേസ് ആണ്. UV റേസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ആണ് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദീസ് റേഡിയേഷൻസ് ഇൻ വാക്വം? വാക്വത്തിൽ ഈ റേഡിയേഷന്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഇല്ലേ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വാക്വത്തിലേക്ക് ഈ റേഡിയേഷന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ലൈറ്റിന്റെ സ്പീഡ് തന്നെ. ഓക്കെ ആണല്ലോ? ദെൻ 15th ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. An object OB is placed between F and the lens of a convex lens. ഒരു ഒബ്ജക്റ്റ് OB വെച്ചിട്ടുണ്ട് കേട്ടോ. അതെവിടെയാണ്? എഫിനും ലെൻസിന്റെയും ഇടയിൽ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഗിവൺ ഫിഗർ. ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാലോ? സ്കെയിൽ വെച്ച് നേരെ എന്ത് ചെയ്യണം? നീട്ടി ഇങ്ങനെ വരയ്ക്കണം അല്ലേ? സ്കെയിൽ വെച്ച് നീട്ടി കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. അതാ കണ്ടല്ലോ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകും. നമ്മൾ പഠിച്ചു തന്നെയാണ് കേട്ടോ, നമ്മൾ ചെയ്തതാണ്, പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നീട്ടി വരച്ചാണ് കേട്ടോ. കൃത്യമായിട്ട് തന്നെ സ്കെയിലൊക്കെ വെച്ച് തന്നെ നിങ്ങൾ നീട്ടി അവിടെ വരച്ചോളൂ കേട്ടോ.
ഇതാണ് നമ്മുടെ റേ ഡയഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ വെച്ച് റേസും അതിന്റെ ആരോ മാർക്കൊക്കെ ഇട്ട് വരയ്ക്കണം കേട്ടോ. ദെൻ റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. എങ്ങനെയാണ് ഇമേജ്? വെർച്വൽ ആണ് അല്ലേ? വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ് അല്ലേ? നേരെയാണ്. പിന്നെ എന്താണ്? എൻലാർജ്ഡ് ആണ് അല്ലേ? എൻലാർജ്ഡ് ആണ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറയാം. എൻലാർജ്ഡ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? പ്രതിബിംബത്തിന്റെ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. We know that a microscope is used to magnify small object. മൈക്രോസ്കോപ്പ് എന്തിനാണ്? ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. If you are making a microscope, what are the features of focal length or the convex lens used as the eyepiece and the objective? നമ്മളൊരു മൈക്രോസ്കോപ്പ് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐപീസും ഒബ്ജക്റ്റീവിനും നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണമല്ലോ. അപ്പം അതിന്റെ ഫോക്കസ് ദൂരം എങ്ങനെ ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐപീസിൻ്റെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇല്ല, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐപീസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? അപ്പം മൈൻഡിൽ എന്ത് പറയണം? ആദ്യമേ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം വന്നിരിക്കണം അല്ലേ? നമുക്കറിയാം മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ട്, ദെൻ പിന്നെ ഇവിടെ നിന്നാണ് ഐപീസ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം ഇത് ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, ഒബ്ജക്റ്റീവാണ്, ഇത് ഐപീസുമാണ് നമുക്കറിയാം. അപ്പം എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കണം? ഫോക്കൽ ലെങ്ത് ഏത് രീതിയിലായിരിക്കണം വരേണ്ടത്? ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന് എങ്ങനെയാണ്? ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം അല്ലേ? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ? ഫോക്കൽ എന്ന് പറയുമ്പോൾ എഫ്, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം. ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഫോക്കൽ ലെങ്ത് ദ ഐപീസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ആർ ഈക്വൽ. അതല്ല, ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ആർ വെരി സ്മോൾ, അങ്ങനെയല്ലല്ലോ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐപീസ്. ഐപീസിനേക്കാളും കൂടുതലായിരിക്കണം ഒബ്ജക്റ്റീവിന്റെ. അതല്ല, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐപീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്തിനേക്കാളും കൂടുതലായിരിക്കണം ഐപീസിന്റെ ഫോക്കൽ ലെങ്ത്. ഇതാണ് കേട്ടോ. അത് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്തിനേക്കാളും ഐപീസിന്റെ കൂടുതലായിരിക്കണം. ഐപീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരത്തെക്കാളും വലുതായിരിക്കണം. ദെൻ ഒരു മൈക്രോസ്കോപ്പിൽ ചെറിയൊരു വസ്തുവിന്റെ വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കുന്ന വിധം വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ഇല്ല? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതേപടി അങ്ങ് എഴുതി വെച്ചാൽ ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ FO ഇല്ലേ? FO ആൻഡ് എവിടെ വെക്കണം? FOയ്ക്കും അതുപോലെ 2FOയുടെ ഇടയിൽ വെക്കണം. എ ലാർജ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബിയോണ്ട് 2F ഓഫ് ദ objective. This act as the objective of the eyepiece. Its position between the optic center and the FE of the eyepiece. Then a large and a virtual image of this can be seen through the eyepiece. Text ബുക്കിലുള്ള ആ ഒരു നോട്ട് കേട്ടോ, അതന്നെ നിങ്ങൾ എഴുതുക, പഠിക്കുക. The next question നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. The focal length of a lens is 10 centimeter. An object is located 50 centimeter from the lens. Calculate how far the screen should be located to obtain a clear image. ഇതാണ് ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു വസ്തു ലെൻസിൽ നിന്ന് 15 സെന്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് തന്നിട്ടുണ്ട്, അത് 10 സെന്റിമീറ്റർ ആണ്. ഇത് വെറും ലെൻസ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏത് ലെൻസ് ആയിരിക്കാം നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 15 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് ലെൻസ് ആണെങ്കിലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പം 15 - 15 സെന്റിമീറ്റർ എന്ന് പറയാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ. കണ്ടോ? ചോദിച്ചിരിക്കുന്നുണ്ടോ? വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യും? സ്ക്രീൻ ഏത് ലെൻസിനാണ് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് ഏത് ലെൻസാണ് ഇവിടെ പറഞ്ഞിട്ടില്ല, സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ ഏത് ലെൻസിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രീൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് അല്ലേ? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോഴല്ലേ സ്ക്രീനിൽ ഇമേജ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് ഏത് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല, സ്ക്രീനിൽ ഒരു വാക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണ് അവിടെ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും വരുന്നത്. മനസ്സിലായോ? നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? എത്രമാത്രം അകലത്തിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്ക്രീൻ എത്രമാത്രം അകലത്തിൽ വെക്കണം, അതായത്
ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? നമ്മുടെ ലെൻസ് ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ് നമ്മുടെ ലെൻസ് ഇക്വേഷൻ. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u ആണ്. ഓർ വിയുടെ ഇക്വേഷൻ ഏതാണ്? v ഈസ് ഈക്വൽ ടു uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എത്ര വരും ആൻസർ? u എന്ന് പറഞ്ഞിരിക്കുന്നത് -15 ആണ്, f എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആണ്, ഡിവൈഡ് ബൈ -15 പ്ലസ് 10 that is equal to -150 divided by -5 എന്ന് വന്നു. എത്രയാണ് ആൻസർ വരുന്നത്? മൈനസും ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ 30 എന്ന് വരും അല്ലേ? 30 സെന്റിമീറ്റർ. എന്ത് കിട്ടി? ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി ഇല്ലേ? സ്ക്രീന് 30 സെന്റിമീറ്റർ അകലെ വെച്ചാലാണ് നമുക്ക് ഇമേജ് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് സ്ക്രീനിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബി പാർട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 1.2 സെന്റിമീറ്റർ. HI ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാഗ്നിഫിക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. മാഗ്നിഫിക്കേഷൻ എം എന്ന് വെച്ചാൽ v/u ആണ് നമുക്കറിയാം. അപ്പൊ എത്രയാണ് വരുന്നത്? വിയുടെ വാല്യൂ നമുക്ക് കിട്ടി 30 ഡിവൈഡ് ബൈ u എന്ന് പറഞ്ഞിരിക്കുന്നത് -50. അപ്പൊ എത്ര വരും? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -2 എന്ന് അവിടെ കിട്ടി. -2 കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ. m ഈസ് ഈക്വൽ ടു HI/HO അല്ല, അത് പറയാം. അപ്പൊ HI എന്ന് പറഞ്ഞിരിക്കുന്നതാണ് m ഇൻറ്റു HO ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു HO എന്ന് പറഞ്ഞിരിക്കുന്നത് 1.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? -2.4 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്ര കിട്ടി? -2.4 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇവിടെ ഏത് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ലെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 ആണ് കേട്ടോ. സെക്ഷൻ ഡി ആണ് കേട്ടോ. സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻ 4 മാർക്കാണുള്ളത് കേട്ടോ. 18 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഓർമ്മ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. There is a table with a natural frequency of 312 Hz and another table with the same surface area made up of the same material in a classroom. എന്താണ്? ഒരു ക്ലാസ് മുറിയിൽ 320 ഹെർട്സ് സ്വാഭാവിക ആവൃത്തിയുള്ള ഒരു മേശ വെച്ചിട്ടുണ്ട്. അതേ പരപ്പളവുള്ള അതേ വസ്തു കൊണ്ട് നിർമ്മിച്ചതായ മറ്റൊരു മേശയുമുണ്ട്. മനസ്സിലായല്ലോ? ഇനി how many times per second will the table vibrate if you tap the table with a frequency of 320 Hz? 320 ഹെർട്സ് ആവൃത്തിയുള്ള മേശയിൽ തട്ടിയാൽ ഒരു സെക്കൻഡിൽ മേശ എത്ര പ്രാവശ്യം കമ്പനം ചെയ്യും? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 320 ആണ്. അപ്പൊ എത്ര പ്രാവശ്യം കമ്പനം ചെയ്യും? 320 അല്ലേ? 320 ടൈംസ് 320 ടൈംസ് പെർ സെക്കൻഡ് അല്ലേ? സെക്കൻഡിൽ 320 തവണ അത് കമ്പനം ചെയ്യും. ഇനി അടുത്ത എന്താണ്? Name the type of vibration produced on the first table. The stem of an excited tuning fork of frequency 250 Hz pressed on it. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 256 ഹെർട്സ് ആവർത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് ഒന്നാമത്തെ മേശയിൽ വയ്ക്കുമ്പോൾ ഏതുതരം കമ്പനമാണ് ഉണ്ടാകുന്നത്? മേശയുടെ കമ്പനം എത്രയാണ്? മേശയുടെ കമ്പനം എന്ന് പറഞ്ഞ് 2 മേശയുടെ വെച്ചിട്ടുണ്ടല്ലേ? ഒരു മേശയുടെ 2 മേശ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം മേശയുടെ കമ്പനം എന്ന് പറഞ്ഞാൽ 312 ഹെർട്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 256 ഹെർട്സ് ആവർത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് വേറെ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് എത്രയാണ്? 256 ഹെർട്സ് ആവർത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മേശമേൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് കമ്പനം ഉണ്ടാവും? ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 320 ഹെർട്സ് ആണ്. അപ്പം 256 ഹെർട്സ് ഉള്ള ഒരു ഫ്രീക്വൻസി ഉള്ളതിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇതിന്റെ വൈബ്രേഷൻ ഇങ്ങോട്ട് വരും. പക്ഷെ ഒരു 250 ഹെർട്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് വെച്ച് കഴിയുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള കമ്പനം ഉണ്ടാവും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ? അവിടെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ശരിയല്ലേ? അടുത്ത് when the same tuning fork is pressed on the second table, the sound from that table is heard loudly. Then what is the natural frequency of that table? Justify your answer. ഇതേ ട്യൂണിംഗ് ഫോർക്ക്, അതായത് 250 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്ക് രണ്ടാമത്തെ മേശയിൽ അമർത്തി ഈ രണ്ടാമത്തെ മേശയിലേക്ക് വെച്ചു. അപ്പം ആ മേശയിൽ നിന്നും ശബ്ദം വളരെ കൂടിയ ഉച്ചതയിൽ കേട്ടു. ഇതിൽ നിന്നും ശബ്ദം എങ്ങനെയാണ്? വലുതായിട്ട് കേട്ടു, കൂടിയ ഉച്ചതയിൽ കേട്ടു. അപ്പൊ അതാണ് എങ്കിൽ ആ മേശയുടെ സ്വാഭാവിക ആവർത്തി എത്ര? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാനാണ്
ചോദിച്ചിരിക്കുന്നു. അപ്പം രണ്ടാമത്തെ ടേബിളിൽ വെച്ചപ്പോൾ 256 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് രണ്ടാമത്തെ മേശമേൽ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടുന്ന് സൗണ്ട് കേട്ടു, നല്ല ലൗഡായിട്ട് സൗണ്ട് കേട്ടു. ലൗഡായിട്ട് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം റീസൺ? അവിടെ എന്ത് സംഭവിച്ചു? റെസൊണൻസ് സംഭവിച്ചു അല്ലേ? റെസൊണൻസ് അല്ലേ? രണ്ടിന്റെയും റെസൊണൻസ് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും ഫ്രീക്വൻസി ഒരുപോലെയായി ഇല്ലേ? രണ്ടിന്റെയും ഫ്രീക്വൻസി ഒരുപോലെ ആയല്ലേ? ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 256 ഹെർട്സ്. അത് രണ്ടും എങ്ങനെയായി? ഒരുപോലെയായി അല്ലെ? എക്സ്റ്റേണൽ ഫ്രീക്വൻസി ഒരുപോലെ. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ റെസൊണൻസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ലൗഡിൽ കേട്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ മേശയുടെ സ്വാഭാവിക ആവർത്തി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ആ മേശയുടെ സ്വാഭാവിക ആവർത്തി എത്രയാണ്? 256 ഹെർട്സ് തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വളരെ ഉച്ചതയിൽ സൗണ്ട് കേട്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രത്യേകം മനസ്സിലായിക്കോട്ടെ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇച്ചിരി നമ്മളൊന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചെടുക്കേണ്ട ക്വസ്റ്റ്യൻസുകളാണ്. അതിന്റെ ആൻസേഴ്സുകളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കുക കേട്ടോ. ഹൗ മെനി ടൈംസ് പെർ സെക്കൻഡ് വിൽ ദ ടേബിൾ വൈബ്രേറ്റ് ഇഫ് ടാപ്ഡ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 320 ഹെർട്സ് എന്നാണ്. ആൻസർ എത്രയാണ്? 320 ടൈംസ് പെർ സെക്കൻഡ് ആണ്. നെയിം ദ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഏതാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ലൗഡ്ലി കേൾക്കാൻ കാരണം എന്താണ്? റെസൊണൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പോഴാണ് റെസൊണൻസ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 250 ഹെർട്സ് ആണ്. ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൗഡ് സൗണ്ട് ഇൻഡിക്കേറ്റ്സ് റെസൊണൻസ് ആണ് വിച്ച് ഒക്കേഴ്സ് വെൻ ദ എക്സ്റ്റേണൽ ഫ്രീക്വൻസി, അതായത് ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ഈക്വൽസ് ടു ദ ടേബിൾസ് നാച്ചുറൽ ഫ്രീക്വൻസി. ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? റെസൊണൻസ് സംഭവിച്ചു. ഓക്കെ ആണല്ലോ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യന് 18B കേട്ടോ, ഓർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. It is found that the wavelength of sound traveling through the air at a speed of 350 meter per second is 70 meter. ഇതാണ് വായുവിലൂടെ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ തരംഗദൈർഘ്യം 70 മീറ്റർ ആണെന്ന് കണ്ടെത്തി. മനസ്സിലായല്ലോ? Can this sound be heard by humans? Validate. ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ? 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേവ് ലെന്ത് ലാംഡ തന്നിട്ടുണ്ട്, 70 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ ചോദിച്ചെന്താണ്? ക്യാൻ ദി സൗണ്ട് ബി ഹിയർഡ്? ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കുമോ? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ട് വേണം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണ്ടേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ ഏതാണ്? V is equal to F lambda or F is equal to V by lambda. V എത്രയാണ്? 350 ആണ്. ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് 70 ആണ് അല്ലേ? പോയി എത്ര വരും? 5 വരും അല്ലേ? അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്? 5 ഹെർട്സ് ആണ്. 5 ഹെർട്സ് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ എന്ത് പറയാം? നോ എന്ന് പറയാം. വാലിഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് വാലിഡേറ്റ് ചെയ്യാൻ പറയേണ്ടത്? ഇറ്റ് ഈസ് ലെസ് ദാൻ അല്ലേ? ഇറ്റ് ഈസ് ലെസ് ദാൻ 20 ഹെർട്സ്. 20 ഹെർട്സിനേക്കാളും കുറവാണ്. 20 ഹെർട്സിനേക്കാളും കുറവായതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദിസ് ടൈപ്പ് ഓഫ് സൗണ്ട് നോൺ ആസ്? അതായത് 5 ഹെർട്സ് വന്നു, ലെസ് ദാൻ 20 ഹെർട്സ് അല്ലേ? അപ്പൊ ലെസ് ദാൻ 20 ഹെർട്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഏത് തരത്തിലുള്ള സൗണ്ട് ആണ്? ഇൻഫ്രാസോണിക് അല്ലേ? ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഓഡിബിൾ റേഞ്ച് ഓഫ് സൗണ്ട് ദാറ്റ് ഹ്യൂമൻസ് ക്യാൻ ഹിയർ? മനുഷ്യർ കേൾക്കാൻ സാധിക്കുന്ന ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അല്ലേ? ഇനി വാട്ട് ഇസ് എ നെയിം ഓഫ് സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഹയർ ദാൻ ദ ഓഡിബിൾ റേഞ്ച്? ഓഡിബിൾ റേഞ്ചിനേക്കാളും കൂടുതലുള്ള സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട്. ഇത് എളുപ്പമാണല്ലേ? 4 മാർക്ക് 1 മാർക്ക് വെച്ചിട്ടാണ് 4 മാർക്ക് കിട്ടും. മറ്റേത് അതിന്റെ എ പാർട്ടിച്ചിട്ടൊന്ന് ചെയ്യാനൊന്ന് ആലോചിക്കാനുണ്ട് അല്ലേ? അപ്പം അങ്ങനെ വരണമെന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും എല്ലാം അറിഞ്ഞിരിക്കണം, ആൻസേഴ്സുകളെല്ലാം അറിഞ്ഞിരിക്കണം. ഏത് പോർപ്പാട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ബാക്കി സി ആൻഡ് ഡി പാർട്ടിൽ വന്നിരിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഉള്ളത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എങ്കിലും ഇച്ചിരി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടല്ലേ? സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഏത് ലെൻസാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം എന്തായാലും നിങ്ങൾ
ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ തറവാക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വായിച്ച് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് പോകാൻ നല്ല ഉദ്ദേശിക്കുന്നത്. വായിക്കുന്ന ഓരോ സെന്റൻസിലും ഉള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു, ഫോഴ്സ് വൈബ്രേഷൻ എടുത്തു, അപ്പൊ അതിലെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, ലെങ്ത്, ഒരു ബോഡി നമ്മൾ എടുക്കുകയാണ്, അപ്പം അതിന് ലെങ്തും നാച്ചുറൽ ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്താണ്, അപ്പൊ അത് വെച്ചിട്ടുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും വരുന്നത്. മാഗ്നിഫിക്കേഷന്റെ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതനുസരിച്ചിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. ഇതിന്റെ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ വെറുതെ കോപ്പി എടുത്ത് വെക്കാതെ എഴുതുക കേട്ടോ. ഒരു ബുക്ക് എടുത്തിട്ട് എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ എഴുതുക. എൻ്റെ ആൻസർ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വീഡിയോ കണ്ടപ്പോൾ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ദെൻ ആൻസർ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് തന്നെയാണോ ആൻസർ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് മറക്കില്ല, പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നോക്കേണ്ട കാര്യമില്ല. വീഡിയോ കണ്ട ആദ്യമേ കാര്യങ്ങൾ മനസ്സിലാക്കുക, തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ കിട്ടുന്ന നോട്ട്സുകൾ, ഞാൻ ഉണ്ടാക്കുന്ന നോട്ട്സുകളെല്ലാം എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന നോട്ട്സുകളെല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.